வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, எல்லாம் பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 4க்குள்ள போயிடலாம். ചേച്ചി നേരെ നോക്കി നടക്ക്, തട്ടി വീഴും. അജ്ഞാതകാമോനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അവള് നോക്കട്ടെടി. ചുമ്മാ ഒന്നും പറയണ്ട, ശ്രദ്ധിച്ചോ, അയാളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണമുണ്ട്. ഇത്രയും നാളും മായാവി എന്ന് പറഞ്ഞ് എല്ലാരെയും അത്ഭുതപ്പെടുത്തി നടക്കല്ലായിരുന്നു. അത് പൊളിഞ്ഞതിന്റെ ചെലപ്പാ, വേറൊന്നുമല്ല. ഞാനൊന്നും വിളിച്ചു പിന്നെ അയാൾ പറഞ്ഞതോ എന്നെ കുറിച്ചെല്ലാം അറിഞ്ഞെന്ന്? അതെനിക്ക് എങ്ങനെ അറിയാം? ഇനി അമ്മ പറഞ്ഞു കാണുമോ? ഇപ്പൊ നാണക്കേട് വിചാരിച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ബാങ്കിൽ കള്ളത്തരം കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇതൊന്ന് കഴുകിട്, മുഴുവൻ മേർപ്പ. നിന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആ പയ്യനെ അടിച്ചിട്ട് കാറുകാരനെ ഞാൻ പിടിച്ചു. അയാൾ തന്നതാ. അപ്പൊ നീ ആ സമയത്ത് എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ കാശാ. ഇതത്തിന് വല്ല പയ്യനും കൊടുക്കണം. 2-3 ദിവസം കൊണ്ട് തള്ളി നീക്കാം. പിന്നെ എന്ത് ചെയ്യൂന്ന അറിഞ്ഞിടത്തോളം ആറാണിമുട്ടത്തെ മണ്ണ് നല്ല നനഞ്ഞ മണ്ണാ. ഒന്ന് കുടിച്ചാലും കുറെ കാശ് കൂടെ ചോദിക്കാം. എന്റെ അനിയൻ ആ പെണ്ണിനെ കെട്ടാൻ പോവല്ലേ, ചോദിച്ചാ കിട്ടും. നിനക്ക് നാണോ മാനോ ഒന്നില്ലേടെ പാല. മാനത്ത് നോക്കി നാണിച്ചു നിൽക്കുന്നതിലും എനിക്ക് ഇഷ്ടം 4 ചക്രം കയ്യിൽ വരുന്നതാ. அப்ப மம்மூட்டிக்கும் இவருக்குமே சண்டை வரும்னு நினைக்கிறேன். മുതലാളിമാര് കാണണമെന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ ആകസ്മികമായ കാര്യത്തിലാണെന്ന് ഞാൻ വിചാരിച്ചത്. വിനോദസഞ്ചാരത്തിലാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്തിനൊരു വിനോദം വേണമല്ലോ. അത് നേരെ. നിനക്കറിയാലോ മഹി, മായാവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്താ അവനെ കിട്ടിയോ? എവിടെ കിട്ടാൻ? പക്ഷെ അവനെ അറിയാവുന്ന ഒരുത്തനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആള് ജയിലിലായിരുന്നു, ഞങ്ങൾ അവനെ ഇറക്കി. അതാ സതീഷ് நினைச்சேன். இவரு എന്താടാ മഹി, നമ്മളറിയോ? പിന്നെ தெரிஞ்சிருச்சு இவங்களுக்கு. പുള്ളിക്കാരനെ കൈപൊക്കും പാട്ടി தெரிஞ்சுதான் கூட்டு வந்திருக்காங்க. അതെ, ഈ ഇടിയും ഡയലോഗും കൂടെ 1 by 1. ഒന്നിന് പുറകെ One by one. സംഭാഷണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സംഭാഷണം കഴിഞ്ഞു. 1 2 3 ഈ പന്നിയുടെ മോനെ എനിക്ക് വേണം. പേടിക്കണ്ട, ശവം നിങ്ങളെ കാണിച്ചിട്ടേ കളയൂ. നീ രക്ഷിക്കാമെന്ന് വാക്കുറയില്ലേ? ആരാണ് മുട്ടത്തെ ശിവശങ്കരനെ? അവനെ അറത്തു മുറിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. வேகமா பேசுறாங்கப்பா. அதாவது அவனை காப்பாத்துவேன்னு சொன்னீங்களா, முடிஞ்சா காப்பாத்திக்கடா அப்படின்னு. சிவசங்கர் நாங்கள் கொல்ல போறோம். எனக்கு கைண்ட் ஆஃப் ஃபாஸ்டா புரியுது, பட் ஓல்டு வேர்ட்ஸ் யூஸ் பண்ண தெரிய மாட்டேங்குது. எக்கிலே நீ ஓடி ராஜா சொன்ன மாதிரி விட்டாரு. அவர் சும்மாவே ஓடுவாரு. பீர் போச்சு. ஓ மாயாவியா? மாயாவிக்கு போற பிஜிஎம் நல்லா இருக்கு. ഇവരെ കേട്ട വിട്ടു പോണാങ്ക. എന്നെ ഒന്ന് ചെയ്യ്. എന്താ നമ്മുടെ മുതലാളിമാരുടെ പരിപാടി? പറയണം. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയുടെ ശോചനീയാവസ്ഥ കാണിക്കാനെന്നും പറഞ്ഞ് ശിവശേഖരനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ മുതലാളിമാർക്ക് അവിടെ വെച്ച് അദ്ദേഹത്തെ വെട്ടാനാ പറ്റും. അതെ. അപ്പൊ ഡയലോഗ് കഴിഞ്ഞു. ഇനി ഇടി. എങ്ങനെ? ഞാൻ ഇതുവരെ ഒരു വക്കീലിനെ തല്ലി. കുറവുകളുണ്ടെങ്കിൽ വേറെ ആരും എത്തിയില്ലേ? ഞാൻ കരുതി എല്ലാ തൊഴിലാളികളും എത്തിക്കാണോന്ന്. എല്ലാരും കൂടെ എത്തി വലിയ മെനക്കെടാവും. ஸ்கெட்சாடா போடுறீங்க? ஸ்கெட்சு അവനാണ് മഹി. ரொம்ப நாளா வாங்காம இருக்காரு, வாங்கிட்டு வர. அதான் இவருக்கு இன்னைக்கு என்ன ஒரு போட வேண்டியது இருக்கு. இவருக்கு ஒரு பூசையை போட்டா வேலை முடிஞ்சு. Oh, very wrong timing entry. ഫ്രാങ്ക് അങ്ങനെ പോകാൻ പറ്റേ? അവന്മാരെ ഫ്രാങ്ക് ഗെത്തുതാ. ഓ, അവരുടെ റൈറ്റ് ഹാൻഡിൽ അവര്. എന്റെ ശിഷ്യം വിളിച്ച് പറഞ്ഞിരുന്നു കൊല്ലാനും വിറ്റൊക്കെ നിന്നവര് ശാകാറായി കിടപ്പുണ്ടെന്ന്. വൈകിട്ട് വീണ്ടും വിളിക്കാതാ പറഞ്ഞേക്കണത്. വല്ലതും പറയാൻ പറഞ്ഞേക്കാം. ഓ, എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അതെ, ഞാൻ അവനെ കണ്ടുപിടിച്ചോളൂ. ആരാ എന്താണെന്നൊക്കെ കയ്യോടെ പിടിച്ചു. പിന്നെ ഇന്ദുവിനോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്. ആ സ്നേഹം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വേണമെങ്കിൽ വിളിക്കുമ്പോ പറഞ്ഞേക്കെ. നേരിട്ട് പറയുമ്പോഴുള്ള കലപ്പൊഴിവാക്കാം.
മറുപടി വാങ്ങിട്ടാണ്. ഇവங்களுக்கு தெரியுது മാഹിത മായാവിനെ. ഞാനിവിടെ ഉണ്ട്. യജീന്ദ്രൻ ദാണ്ട കിടക്കണു. ഒന്ന് വരുമ്പോ ബോധമില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടായി പോയി. നാണക്കേട്. അവരെ ഞാൻ പൊക്കിക്കോളാം. അവനെ അത്ര നിസ്സാരനായി കാണരുത്. ഒരു SI വിചാരിച്ചാലൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല. അവിടെ തല്ലുകൂടി ഈ എസ് ഐ വിചാരിച്ച എന്ത് നടക്കുമെന്ന് ഞാൻ ரைட் ராஜா, பக்கத்து பெட் புக் பண்ணிக்கிங்க. உனக்கு தான் பெட் புக் பண்ணணும். ടീ ബോണ്ട സുഖിയം. ഫ്രാങ്ക് ആയാവിടെ കല്യാണക്കാരൻ ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ ഫ്രാങ്ക്. അതൊക്കെ പിന്നെ കേക്കാം. ഇപ്പൊ അങ്ങ് മാറി നിൽക്കണോ അതോ ഞാൻ നട്ടല് ചവിടണോ? ഹലോ, അവന്മാരെന്താ പറഞ്ഞത്? കല്യാണം അതെ, ഇന്ദുവിനെ നിനക്കല്ല താങ്കൾക്ക് ക്ഷമിക്കണേ, കെട്ടിച്ചു തരാൻ ശിവശങ്കരൻ മുതലാളി തീരുമാനിച്ചു. അതിന് മുതലാളിയെ കണ്ടിട്ട് പോലുമല്ലോ. മുതലാളി എന്താ മുതലെന്നാ വിചാരിച്ചേക്കണേ? ന്യായാവി ആരാണെന്നും എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങേർക്ക് അങ്ങോട്ട് ബോധിക്കുകയും ചെയ്തു. ഇനി മറന്നു നിന്നിട്ട് ഒരു കാര്യമില്ല, നേരിട്ട് എന്ന് കല്യാണം ഉറപ്പിച്ചു. പിന്നെ എന്നെ കാണുമ്പോ പരിചയമില്ലെന്ന് പറയരുത്, ആശാനാണെന്ന് തന്നെ പറയണം. എന്താ സമ്മതല്ലേ? അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിനെ സമ്മതിക്കണം. എന്തെളിക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. ரைட்டு. അവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ചോയാക്കണ്ട. പോയി വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ടോ. ஓ, நம்ம ஜீப்ல பிளட் பட வேணா, வேற வண்டி பிடிச்சிட்டு வந்துரு. நிக்க வச்சு குடுத்துறாங்களா, உட்கார வச்சு குடுத்துறாங்களா? ഏതായാലും ബെറ്റ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാനെ വന്ന് മലനടിച്ച് കയറി കിടക്കാൻ ഒരു സ്ഥലമായല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം കുഷ്ഠരോഗികളോടൊത്ത് വരാതെ കിടക്കേണ്ടി വന്നേരെ. കുസ്തനെങ്കിൽ പക്കത്തില് ഞാൻ കൊടുക്കണം. പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്. തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. പിന്നെ ടമാർ പടാർന്നുള്ള ഇഴിയുടെ ഒച്ചയും. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറഞ്ഞ അവനെ കേട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വാങ്ങരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടു. ഇനി ഇവറ്റകളെല്ലാം കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവൻ കൊണ്ടുവരാൻ പോണത്? സതീഷ് നിனைச்சேன். മനസ്സിലായോ ചേച്ചി? ബാലേട്ടൻ വന്നു. ബാലേട്ടനോ? ആ, മായാവി. ബാലേട്ടൻ. ആ വരണം 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 വരണം. വാ. ഇനി ഇങ്ങോട്ട് കണ്ടില്ലെങ്കിൽ ആളെ അവിടെ വന്ന് പൊക്കിയെടുത്തോണ്ട് വരാനിരിക്കായിരുന്നു ഞങ്ങളെല്ലാം. ഇരിക്കും. സുഖല്ലേ? ഓ, ഇങ്ങനൊരു രക്ഷകനുള്ളതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു. അറിയാം, നിങ്ങളുടെ എന്നല്ല ഇപ്പൊ ഞങ്ങളുടെ രക്ഷകന ശങ്കരേട്ടൻ. ഇത്രയും നല്ല മനസ്സുള്ളത് കൊണ്ട് ശങ്കരേട്ടൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ രക്ഷിക്കാൻ ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. അതെ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. സതീഷിന് കുറച്ചു നാളോട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇനി വന്നാൽ തന്നെ പെട്ടെന്നൊരു ജോലി പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എനിക്കും കൂടെ നോക്കുകയും ചെയ്യാം. അവനും അമ്മുവിനും ജീവിക്കാനുള്ള ഒരു വരുമാനം ആവുകയും ചെയ്യും. അതൊക്കെ വേണ്ടതാ. സതീഷിനും അമ്മൂനും മാത്രമല്ലല്ലോ, ബാലനും ഇന്ദുവിനും ജീവിക്കാനുള്ള വരുമാനം കൂടി വേണ്ടേ? അവங்களுக்கு വിருப்பம் இல்ல போலயே. ഇല്ല, അമ്മൂനെ സതീഷിനെ ഏൽപ്പിക്കുന്ന തന്നെ ഇന്ദുവിനെ ബാലനെ ഏൽപ്പിക്കണമെന്നാണ് എന്റെ അല്ല അമ്മയുടെ അഭിപ്രായം. സംതിങ് ഇസ് ഫിഷി. സ്ഥലം വിട്ടു. ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടിക്കിടപ്പുണ്ട്. ഇതൊക്കെ തുറന്ന് പ്രവർത്തിപ്പിച്ച പിന്നെ ബാലന് മറ്റൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല ജീവിതത്തിൽ ഒരിക്കലും. തോട്ടപ്പള്ളിക്കാരോട് മല്ലടിച്ച് നിൽക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അതിന് ഏറ്റവും യോഗ്യൻ ബാലൻ തന്നെയാണ്. ബാലനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. അതായത് ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നതോടെ ബാലൻ ഞങ്ങളുടെ ഒരു ഭാഗം സ്വത്തിന് അവകാശിയാവും. അവളുടെ പേരിൽ കുറച്ച് സ്വത്തുവകകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥാപനങ്ങളും മറ്റും നോക്കി നടത്താനുള്ള ചുമതല കൂടി ബാലനെ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വിരോധമുണ്ടോ? എന്ത് വിരോധം? ശങ്കരേട്ടൻ പറഞ്ഞാൽ ഞാൻ ഏൽക്കും, എത്ര വലിയ ചുമതലയാണെങ്കിലും. എന്താണോ ഇപ്പോഴാണ് വരുന്നത്? ശിക്ഷ വന്നത് അറിഞ്ഞില്ലേ? വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞില്ല. കുമാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്റെ പൊന്നോ, ദേ ഇത് കേക്ക്. இவர் சிஷியன்னு சொன்னார்ல, அப்படின்னு அவருக்கு புரியல. ആരാ എന്താ എവിടെന്നൊക്കെ ചോദിക്കും. ഇപ്പൊ വരാ മുതലാളി, ഒരു ചെറിയ രഹസ്യം പറയാനുണ്ട്. മയു എന്നെ മനസ്സിലായില്ലെന്ന് ഒരു മറവിക്കാരൻ.
എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടായില്ലെന്ന് കരുതരുത്. സത്യം പറഞ്ഞ ഞാൻ ഇറക്കിയൊരു നമ്പറിലായിരുന്നോ ഇന്ദുവായിട്ട് കല്യാണം ശരിയായത്. ഓ ബ്രോക്കർ ആണല്ലേ? പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആശാനെന്ന് വിളിക്കണം. എന്താ ഇത്രയും വലിയ രഹസ്യം? ഒന്നുമില്ല, ഇയാളെ ആശ കല്യാണക്കാര്യം പറയാ. അത് വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. കൂടാം. തന്നോടല്ല ഇയാളോടാ അത് മനസ്സിലായി. അതിന്റെ കൂടെ ഞാനിവിടെ കൂടാനാ പറഞ്ഞത്. ബാബാല ബാല. അത് കൂടുമ്പോ വേറെയും ചില കാര്യങ്ങൾ കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. അതിനെന്താ? ആരുടെയും കണ്ണിപ്പെടാതെയുള്ള ഈ മായാവി കളിയുണ്ട്, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞത്. இப்பதான் ஒரு தெரிஞ்சு வர மாயாவி நினைச்சிட்டாங்க. இவ்வளவு நேரம் ஒரு தெரியல. വേണ്ടി കേൾക്കാനല്ലേ ഇന്ദുവിന്റെയും അമ്മൂന്റെയും ജീവനും മാനവും കാത്തത്. ഈ എന്റെ ജീവൻ രക്ഷപ്പെട്ടു ഒക്കെ വിദ്യ ഉണ്ടല്ലേ, അതറിയാനുള്ള ഒരു കൊതി കൊണ്ടാ. വാ കേറ്. திருட்டுப்ப. ഇപ്പൊ ഇവർക്കിட்ட പോയി ഡീറ്റെയിൽസ് കേൾക്കറ. അപ്പൊ ഇവനാണ് ശരിക്കുള്ള മായാവി അല്ലേ? ഇവൻ മായാവിയല്ല, പിന്നെ ഇവനാരും ഇതവന്റെ കൂട്ടുകാരനാ சதீஷ். ബാല. നിനക്ക് ആള് തെറ്റിയതോ? ആ മുതലാളിയുടെ കൂടെ കാറി കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട. അവനെന്തിനാ ഇവിടെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ്. പിന്നെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മായാവി അവനാണെന്നാ. എങ്കിൽ നമുക്ക് ഉടനെ അവനെ ഒന്ന് കാണുമല്ലോ. എടുത്ത് ചാടണ്ട. ഇടിച്ച് ആശുപത്രി കയറ്റിയിരിക്കുന്ന സ്ഥലം SIA. നാട്ടിൽ മുഴുവൻ മഫ്റ്റിയില് പോലീസുകാരും ഉണ്ട്. ബാലൻ മഹീത്തിരക്ക് ഇറങ്ങിയതാണോ? നോക്കണ്ട, അവനോടില്ല, ഇനി വരികയുമില്ല. ഒന്നില്ലേ ശിവശങ്കരൻ, അല്ലെങ്കിൽ തോട്ടപ്പള്ളി, അതും അല്ലെങ്കിൽ പോലീസ്. ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവറപ്പാ, അത് അവനും അറിയാം. അതാണല്ലോ സ്ഥലം വിട്ടത്. പക്ഷെ അത് നിനക്ക് ഗുണമായി. ചെറിയ ഗുണമൊന്നുമല്ല, രാജയോഗമാ കൈ വന്നിരിക്കുന്നേ. ராஜயோகம். അല്ല, നീ എന്താ ഇവിടെ? കൊട്ടേഷനാ, ഒരാളെ തട്ടാൻ, നിന്നെ. പക്ഷേ ആള് നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ കൂട്ടുകാരാണെന്ന് ഏൽപ്പിച്ചോമാർക്കും അറിയില്ല. ആരാ നിന്നെ ഏൽപ്പിച്ചത്? തോട്ടപ്പള്ളി എന്ന് പറയും. ഭയങ്കരന്മാരാ. സ്നേഹിച്ച വാരിക്കോരിത്തരും, എതിർത്ത നെഞ്ചത്ത് തുളയിടും. അവരെന്തിനാ എന്നെ? ആറാണിമുട്ടത്ത് കാലുകുത്തുന്ന എല്ലാരും അവരുടെ ശത്രുക്കളാ. സംഗതി നിനക്കിപ്പോ നല്ല കോള അടിച്ചിരിക്കുന്നേ. ആറാണിമുട്ടത്തെ സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിൽ വരും. പക്ഷേ ശിവശങ്കരനെ കൊല്ലണം. കുടിക്കാൻ അവര് നിന്നെ സമ്മതിക്കില്ല. നീ അവരുമായിട്ടൊരു ധാരണയിലെത്താൻ നോക്ക്. സാധിച്ച പിന്നെ നിനക്ക് വിലസാം, രാജാവായിട്ട് വിലസാം. நமக்கு இதெல்லாம் தேவையா பாலா? ഹലോ ഇത് സുഗുണ. ഹലോ ഹലോ. ശിവശങ്കരൻ പറയുന്നത് ബാലിനെ അവരുടെ സ്വത്തുക്കളുടെ ഒക്കെ വെറും നടത്തിപ്പുകാരനാക്കാവുന്ന. പക്ഷെ ഞാൻ പറയുന്നത് ബാലിനെ അതിന്റെയൊക്കെ ഉടമസ്ഥനാക്കാവുന്ന. ഇവരെ എല്ലാം വേണം. ധാരണയിലെത്തിയ നിലവിലുള്ള കേസുകളെല്ലാം പിൻവലിച്ച് അടച്ചിട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പുനരാരംഭിക്കാം. അതും പാർട്ണർഷിപ്പിൽ. അതായത് തോട്ടപ്പള്ളിക്കാരും ആറാണിമുട്ടത്തെ ബാലനും തുടർന്ന് അങ്ങോട്ട് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഒരുമിച്ച് നിന്നാ നിനക്ക് ഇവിടുന്ന് പൊന്നുവാരാം. மாட்டிப்பான்னு நினைக்கிறேன். അളിയാ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയാവോ? കണ്ടു കിട്ടണ്ടേ? ഞാൻ നിന്റെ തൊട്ടുപുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടടാ, എന്നാലല്ലേ വന്ന വഴിയും പുറകിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റും. നിനക്കൊരു യമകണ്ഠം കത്തുണ്ടായിരുന്നു, ജയിലിലെ സകലരും ചേർന്ന് എഴുതിയത്. ഇങ്ങോട്ടെടുത്തില്ല. നിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ലല്ലോ. അതെ, മഹി ഇപ്പൊ ആരെങ്കിലും കണ്ട പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പലതും സംഭവിക്കും. നമുക്ക് ഇങ്ങോട്ടെങ്കിലും മാറിയേക്കാം. നീ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഒക്കെ ഗുണം നമുക്ക് കിട്ടാൻ പോവാടാ. അടിച്ചിരിക്കുന്ന ലോട്ടറി ചില്ലറയല്ല, കോടികളാ കോടികൾ. തോട്ടപ്പള്ളിക്കാരൊപ്പം നിന്ന 3-4 തലമുറക്കിഴയുള്ള സ്വത്താ നമ്മുടെ കയ്യിൽ വരുന്നത്. നീയും അവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നോക്കിക്കോളാം. അല്ല, നീ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കല്ലേ? ഒരു പാവം മനുഷ്യനെ കൊന്നു കിട്ടുന്ന ഒരു കാശ് നമുക്ക് വേണ്ട. അതിന് നമ്മളാരെയും കൊല്ലുന്നില്ലല്ലോ. അവര് തമ്മിലുള്ള വഴക്ക് അവര് തന്നെ തീർക്കുന്നു. നമ്മളൊന്ന് കണ്ണട തിന്നാണ്. കാശിന്റെ കണക്ക് കേട്ടപ്പോ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പണ്ടേ നിനക്ക് സ്വഭാവമുണ്ട്, അതുകൊണ്ടാണല്ലോ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇനി ഇവിടെ അത് ആവർത്തിക്കുന്നത്. ബാക്കി അങ്ങനെ പറയരുത്. ഞാനൊന്നും പറയുന്നില്ല, നീ ഒന്നും പറയണ്ട. നീ ഇപ്പൊ ഈ നിമിഷം ഇവിടെ സ്ഥലം വിടാം. ഇനി നീ ഇവിടെ ശരിയാവില്ല. ഇവിടെ നിന്ന് പോയി ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാ നീ പറയുന്നത്? ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ കിടന്നവനാ. എനിക്കൊരു നല്ല ജോലി കിട്ടുമോ? ജീവിതകാലം മുഴുവൻ കൂലിപ്പണിയും ചെയ്ത് അരപ്പട്ടിണിയിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. നീ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം. നിന്റെ അനിയന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പണം തന്നപ്പോ ഞാൻ അവർക്ക് വാക്ക് ആ മനുഷ്യന്റെ ജീവൻ ഒരു ആപത്തും വരാതെ നോക്കിക്കൊള്ളാം. ആ വാക്ക് എനിക്ക് പാലിക്കണം. അതീ കുറഞ്ഞുള്ള പ്രാക്ടിക്കലൊക്കെ മതി. ബാലം പോകുന്നു. അപ്പൊ ഇത് മുഴുവൻ ഒറ്റയ്ക്ക് നേടാനാണോ നിന്റെ ഉദ്ദേശം? എന്നെ ഒഴിവാക്കിട്ട് നിനക്കിതൊക്കെ ഒറ്റയ്ക്ക് വേണമെന്ന്? ബാല, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. നിനക്ക് വേണ്ടി ഒരു കൊലക്കുറ്റി ഇറക്കം വന്നതാ മഹി. അതേടാ, വലിയ കൂട്ടുകാരനെന്നല്ല ഞാനും കരുതുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അനിയന്റെ പേരിൽ ഇവൻ കൊടുക്കുന്ന മുതല കണ്ണീരാ. ഇവന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി അവൻ ചെയ്ത് നോക്കെ. അല്ലെങ്കിൽ എന്നെ ഇവിടെ ഒഴിവാക്കി നോക്കുന്നത് എന്തിനാ? ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാ. എനിക്കുണ്ടാ വിഷമം. എനിക്കൊരു ഭാഗ്യം വരുമ്പോ എന്റെ കൂടെ നിൽക്കുന്നവൻ എന്റെ കൂട്ടുകാരൻ. കൂടെ നിന്നില്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും തരണം. അല്ലാതെ എന്നെ എതിർക്കുന്നവൻ എന്റെ കൂട്ടുകാരൻ. நம்பி சாக கிடந்தவனை காப்பாத்திருக்காங்க. ഒരിക്കലേ തേടി വരും. അത് ആർക്ക് വേണ്ടി കളഞ്ഞിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. നീ ആവശ്യമില്ലാത്ത കളിക്ക് നിൽക്കരുത്. ഞാനാ പറയുന്നത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത കളിക്ക് നീ നിൽക്കരുത്. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഞാൻ തീരുമാനിക്കും. എതിർക്കാൻ വരുന്നവൻ ശത്രുവായാലും മിത്രമായാലും നേരിടാൻ എനിക്കറിയാം.
അവനെ ഇനി വെറുതെ വിടുന്ന അപകട ഒതുക്കണം. അവനെ ഇപ്പൊ ഒതുക്കേണ്ടത് ഞങ്ങളെക്കാൾ ബാലന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പിശാചിനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ ബാലനെ വേട്ടയാണ്. അറിയാം. ഒതുക്കാൻ മാർഗമുണ്ട്. കൊലക്കുറ്റം ഏൽക്കാനല്ലേ അവൻ വന്നത്. അത് തന്നെ അവന്റെ തലയിൽ കെട്ടിവെക്കണം. രണ്ട് വിവാഹങ്ങളും ഒരേ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. സതീഷ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ എനിക്ക് സമയമില്ല. തിരിച്ചു പോണം. ഹലോ, ഞാനാ. എന്താ? 2 മാസം കഴിഞ്ഞിട്ട് മതി. ഒരു ദുഃഖാചരണത്തിനുള്ള സമയം വേണമല്ലോ. അത് കഴിഞ്ഞാൽ വിവാഹം ഗംഭീരമായിട്ട് നടക്കും. അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, അവന്റെ അമ്മ അത് നിറവേറ്റും. അവനെ കൊണ്ടുവരേണ്ട സ്ഥലം അറിയാലോ. അറിയാം. ഞാൻ കൊണ്ടുവന്നോളാം. ഇങ്ങനെ சொல்லல. അളിയ, നീ തട്ടിയെടുത്ത് ഞാൻ ഒരുപാട് മോഹിച്ച പെണ്ണിനെയാ. എനിക്കറിയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ എല്ലാം പങ്കുവയ്ക്കണ്ടേ അളിയ. ഇതെന്താ ഇവിടെ? അത് ഒരു സർപ്രൈസ്. തന്റെ എല്ലാ കാര്യത്തിലും ഒരു ദുരൂഹതയുണ്ടല്ലോ. இப்போ இருக்குது மாயாவி எக்ஸ்பீரியன்ஸ். പറയാം. வாங்கிறது மரியாதையா? அவங்களுக்கு அது நார்மல். ஓகே. செட்டப். അവനെ നോക്കണ്ട, അവൻ ഞങ്ങളുടെ പാർട്ണറാ. പൂട്ടിക്കിടക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് പുനരാരംഭിക്കാൻ പോകുന്ന മാനേജിംഗ് പാർട്ണർ. നീ ഇങ്ങനെ നാണിച്ചു നിന്നാലോ ബാല? ഒരു സൽക്കർമ്മം നടക്കാൻ പോവല്ലേ? ഉദ്ഘാടനം നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. இவருக்கு ஃபைட் பண்ண வராதா? லாயர் ஓகே, ஃபைட் பண்றாரு. இல்ல, he is still stunned. ஓகே. ரொம்ப நாள் கழிச்சு he trusted somebody or something. வர மாட்டாரா அவர்? வரணும். வந்துட்டாரா? டீம் வந்துருச்சு. ஓ, ஸ்டில் அவுட் பயங்கரமா இருக்கு. വരണം വരണം. നീ എത്തുമെന്ന് എനിക്കറിയാം. ഏതു പാതാളത്തിലും വന്നെത്തുന്ന മായാവി അല്ലേ? ഏതായാലും നീ വന്നത് നന്നായി. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരുത്തം വേണമല്ലോ. ഇവനെ കൊന്നവന് വേണ്ടി ഉണ്ടാക്കുന്ന ഗോതമുണ്ട നിന്നെ കൊണ്ട് തന്നെ ഞാൻ തീറ്റി. അവനെ ഗോതമ്പുണ്ട ഇല്ലെന്ന് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞ കഴിവോടെ മോനെ. தம்பி வேணாம், தப்பு. தடுக்க மட்டும் தான் செய்யறாரு, அடிக்கல. அடிச்சுட்டாங்க. அடிச்சா திருப்பி அடிக்க வாங்கிட்டு இருப்பாங்க. பணத்துக்கு பேராசையில பண்ற அவனே அப்படின்னா உயிரை காப்பாத்துறாரு, அடிக்க மாட்டாரா? விட அங்க இருந்து வெயிட்டிங்டா தானே. அவர் ஸ்னீக்கர்ஸ்லாம் நல்லா இருக்கு படத்துல. எனக்கு இந்த ஆரஞ்சு கலர் சட்டை, பர்பிள் கலர் சட்டை பிடிக்கும். மாயாவி இருந்துச்சு. இவன் ரொம்ப நாளா அடி வாங்கி திருந்தல. கையை உடச்சிருக்கணும் அங்கேயே, தப்புன்ட்டாரு. போட்டாங்க. ஏய், போட்டுக்கு பக்கத்துல என்ன தண்ணி? போட்டு பின்னா ஆகாயத்துல நிக்கும், தண்ணியில தான் நிக்கும். That's a nice one. That's a nice one. லாயருக்கு மட்டும் ஏன் வந்து லைஃப் கார்டு கொடுத்துருக்காரு? லாயரை ராகிங் பண்ணிட்டே இருக்காங்க எப்பயுமே. பின்னாடி குத்த போறான்னு நினைக்கிறேன். லாயர் நோ. ஓ, கேங் அப். இவங்க செத்துட்டா யாரும் நம்ப மாட்டாங்களா மாயாவி யாருன்னு? அவரை திட்டாங்க. ஹார்ட்ல வெட்டிட்டாங்களோ? நெஞ்சில. ஹார்ட் இன்னும் உள்ள இருக்கும், ரிப்ஸுக்குள்ள இருக்கும். போய் சேர்ந்துட்டாரா?
சில்ற சில்றப்ப അവനാ ശങ്കരേട്ടനെ വെട്ടിയത്. അവൻ அவரா பொழைச்சுன்னு சொன்னாதான். கொல்ல போறேன்னு நினைக்கிறேன் இப்போ. கோபிகா பாத்துருவாளா? എന്നെ കൊല്ലം കൊണ്ടുവന്നതാ തോട്ടപ്പള്ളിക്കാരനാണ് അവൻ. அப்பாடா. അടിച്ച് കൊല്ലണ നായിന്റെ പോലെ. தண்ணியில போய் சொந்து கழிச்சிருக்கீங்களா? தண்ணிக்குள்ளே அடிக்கிறாங்கடா. ஆனா அடி கம்மியா விடும் தண்ணியில் അടിച്ചാ. നീ പറയാറില്ലേ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽമാലാകെ പോലെ ഒരാൾ വരുമെന്ന്? അതവനാ മായാവി. அப்பாடா. பிராங்கு. ஓ கிளைமேக்ஸ் முடிச்சா? நல்ல சாங் தான் இது. கிரைண்டு மாஹி மாயாவி. ஓ 2 பேருக்கும் 2 பேருக்கு கல்யாணம் பண்ணு. நம்ம ஒரு உயிரோட பொழைச்சிக்கிட்டாரு. ஷாஃபி. ஓகே ஐ காட் அ நியூஸ் ஃபார் யூ. பட் அந்த சலீம் குமாருக்கும் இவருக்கும் இருக்க காம்பினேஷன் இருக்குல்ல, மம்முக்காக்கும். ஆக்சுவலி அந்த சீன் நான் பார்த்துருக்கேன்னு நினைக்கிறேன். அந்த ஃபோனில் பேசுகிற சீனு அர்ஜுனும் வடிவேலு ஏதோ ஒரு படத்தில் இருந்திருக்கு. அதை நான் வந்து சூப்பர் சீன்ஸில் எதிரே பார்த்துருக்கேன். நான் தான் எந்த படமும் பார்த்தது இல்ல. இல்லை எனக்கு அந்த ஒரு சீன் மட்டும் ஞாபகம் இருக்கு. அர்ஜுன் வந்து இந்த மாதிரி ஃபோனில் பேசுவார். அப்போ வந்து சலீம் வந்து நான் தான் உன்னோட இதுன்னு சொல்லிடு அப்படின்னு சொல்லிட்டு வடிவேல் பேசுவார் ஃபோனில். ஓ அதுக்கப்புறமேட்டு அவர் கட் பண்ணதுக்கப்புறம் இவர் பேசிகிட்டே இருந்தார்ல சலீம், சும்மாவே நான் கொஞ்சம் சொல்லி கொடுத்ததெல்லாம் மறந்துடாத அப்படி இப்படின்னார்ல. நிறைய காமெடி சீன் பார்ப்போமே. அது லிட்டரலாக அதே சேம் எக்ஸாக்ட் அதே மாதிரி ஒரு ப்ரிட்டன் பண்ணுவார் அர்ஜுனு, வடிவேல் அந்த மாதிரி பண்ணுவார். சார் இதே காம்பினேஷன்ல அது இருந்திருக்குது. மேபி இதை ரீமேக் பண்ணிட்டாங்க போல தமிழ்ல. குட் திங் இஸ் நான் வந்து படம் இது பார்க்காம படிச்சுக்கிட்டே இருப்பேன். இல்ல எனக்கு படமா பார்த்துட்டு இருக்கேன். அந்த ஒரு சீன் மட்டும் எனக்கு தெரியும். ஒரு சீன் மட்டும் படம் தெரியாது. அந்த ஒரு சீன் மட்டும் தெரியும். சேம் இதே மாதிரி ட்ரெஸ்ஸிங் தான் வடிவேலுக்கு இருக்கும். அப்ப எத்தனை படம் தான்ப்பா தமிழ்ல காப்பிடிச்சிருக்காங்க, ரீமேக் பண்ணியிருக்காங்க. அப்பெல்லாம் சின்ன வயசுல நமக்கு மலையாளம் மூவிஸ்ல தமிழ்நாட்டுல வராதுல்ல, அதனால ஃபுல்லா ரீமேக்கா எடுத்து வச்சிட்டாங்க போல. இப்ப பாக்குறப்பதான் தெரியுது. ஆக்சுவலி என்னன்னா இப்ப ஓடிடி இல்லாததுனால ஒரு ஒரு இப்ப என்னதான் நம்ம ஹாரி பாட்டர் மூவி பார்த்தாலும் நம்ம ஊர் லோக்கல் ஸ்டைல்ல வந்துட்டு அந்த ஒரு வெர்ஷன் இருந்தா நம்ம அதை ஒரு 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 கியூரியஸா பார்ப்போம்ல. ஆமா ஆமா அது மாதிரி வந்து இப்போ ஓடிடி முன்னாடி கிடையாது. கண்டிப்பா அந்த லாங்குவேஜ் வந்து இங்க பீப்புளுக்கு கனெக்ட் ஆகாது. ட்ரெஸ்ஸிங்கோ லுக்கோ என்விரான்மெண்ட்டோ கனெக்ட் ஆகாது. ஸோ ஆப்வியஸா அப்ப அந்த பார்டர் இருந்தது, ஹெவி பார்டர். இப்போ வந்து ரீமேக் பண்ணாதான் நம்மளால ஈஸியா அந்த கேரக்டர்ஸோட கனெக்ட் பண்ண முடியும். இப்ப இந்த சீஷோரோ அங்க இருக்க ட்ரெஸ்ஸிங் ஸ்டைலோ இல்ல பீப்புளோ பாடி லாங்குவேஜோ டிஃப்ரெண்டா இருக்கும்ல. கரெக்ட். சோ அப்ப இருந்ததுக்கு ஒரே ஆப்ஷன் ரீமேக் இல்ல தான். தப்புன்னு சொல்லல. பட் நான் இந்த மாதிரி நமக்கு தெரியாம இத்தனை ரீமேக்ஸ் இருந்திருக்கு பாரு அப்படிங்கிற சொல்றேன். நல்லா இருந்தா பண்ண வேண்டியதான். நல்லா பண்ண வேண்டியதான். நம்மளுக்கு ஏதாச்சும் அவங்க ரீமேக் பண்ணிருக்காங்களா எனக்கு தெரியணும். இப்பதான் எனக்கு இந்த இது தோணுது. கண்டிப்பா இருக்கும்னு தோணுது. ஏன்னா எங்கெங்கெல்லாம் பெஸ்ட் இருக்கோ எல்லாத்தையும் எல்லா ஆடியன்ஸ்க்கும் கொண்டு போய் கனெக்ட் பண்ணிட்டு இருக்கிறது தான் வந்து மூவிஸ். கண்டிப்பா okay. இருந்திருக்கும். கைஸ் தமிழ் படம் ஏதாச்சும் மலையாளத்துல டப்பிங் பண்ணிருக்காங்களா, ரீமேக் பண்ணிருக்காங்களான்னு சொல்லுங்க. ஏன்னா தெரிஞ்சுக்கணும். அங்க இருந்து மட்டுமே நம்ம பாரோ பண்ணிருக்கோம். எனக்கு தெரிஞ்சு எல்லா சினி இண்டஸ்ட்ரியும் எல்லா இடத்துல இருந்தும் வந்து கிவ் அண்ட் டேக் இருந்திருக்கும். எனக்கு வந்து அந்த டேக் மட்டும் தான் தெரியுது. கிவ் பண்ணிருக்காங்களான்னு தெரிஞ்சுட்டு ஓகே ஐ எம் ஹாப்பி, ஐ எம் ஃபினிஷ்ட். சரி மூவிக்கு வந்துருவோம். ஒரு ஃபாஸ்ட் பேஸ்ட் மூவி தான். ரஃபி மெக்காட்டின் ரைட்டிங் ஆஸ் யூஷுவல் வந்து நல்லாவே சூப்பராக பண்ணியிருந்தாங்க. ஒரு நல்ல ஸ்டோரி லைன், நல்ல ஒரு கமர்ஷியல் மூவிக்கு என்னென்னலாம் எலமெண்ட்ஸ் தேவையோ எல்லாமே வச்சுருந்தாங்க. இது வந்து எப்போ வந்த படம்னா 2007. ஸோ 2007க்குலாம் வந்து இது பயங்கரமான கமர்ஷியல் மூவின்னு தான் சொல்லணும்.
கோபிகா தானே அவங்க. ம். கோபிகா அவங்க வந்து அவங்க ரோலை பர்ஃபெக்டா பண்ணிட்டாங்க. சலீம் குமார் தான் இந்த படத்துல எனக்கு பயங்கர ஹைலைட்டா தெரிஞ்சாரு. சுராஜ் கூட அந்த அளவுக்கு ரோல் குடுக்கல. அவரோட ரோல் அவர் பண்ணிட்டாரு. சலீம் குமார் தான் த்ரூ அவுட் த மூவி மாஸ் காட்டிட்டாரு. மம்முக்காவும் சலீம் குமார் இவங்க 2 காம்போ தான் வந்து படத்தை கேரி பண்ணிட்டு போச்சுன்னு சொல்லணும். அஃப்கோர்ஸ் இவரு திகம்பரன் கேரக்டர் நம்ம அவர் பேர் என்ன? மனோஜ். மனோஜ் ஜெயனா? மனோஜ் தான் தெரியும். மனோஜ். அவரு வந்து அவரோட ரோல் நல்லாவே பண்ணியிருந்தாரு. அவர் ஆக்டிங் நல்லா இருந்துச்சு. பட் ஆனா அவரோட ரோல் வந்து இப்படி கடுப்பா இருந்துச்சு. அதான் அவரோட ரோலு. என்னடா அவ்வளவு சில்லறத்தனமா பண்றான் அப்படிங்கிற மாரி. உனக்காக ஃப்ரெண்டு வந்து உன் தம்பிக்கு உடம்பு சரியில்லைன்னு சொல்லிட்டு ஒரு குழப்பலி ஏத்திட்டு காசு வாங்கி தரலான்னு போனாரு. அப்படிப்பட்ட ஒருத்தர்கிட்ட வந்து உனக்கு மறுபடியும் பணம் வருதுங்கிறதுக்காக இப்படி சீப்பா நடந்துக்கிற அப்படிங்கிற மாதிரி இருந்துச்சு. பட் அதனாலதான் அவரு ஃபர்ஸ்ட் பிளேஸ் ஜெயிலுக்கு போனதே. ஸோ நல்லவங்களுக்கு நல்லதே நடக்கும் அப்படிங்கிற மாதிரி முடிச்சுட்டாங்க. ஜாலியான படம் தான். எனக்கு நல்லா பிளசண்டா இருந்தது. பயங்கர ஃபாஸ்ட் பேஸ்டா இருந்தது. சூப்பரான கமர்ஷியலான ஒரு மூவி. நல்லா என்ஜாய் பண்ணேன். பிளஸ் வந்து ஒரு சோகமா முடிக்காம ரொம்ப ரியலிஸ்டிக்கா காமிக்கிறலாம் சோகமா முடிக்காம கரெக்டா நம்ம மம்முட்டிக்கு வந்து அவங்க நியாயம் கொடுத்தது வந்து எனக்கு ரொம்ப ஹாப்பியா இருந்தது. அப்பாடா அப்படின்னு இருந்தது. பக்குன்னு ரொம்ப நேரம் இழுக்காம கரெக்ட் டைமிங்ல வந்து சூப்பரா அதை க்ளோஸ் பண்ணாங்க. நல்லா இருந்தது. அண்ட் ஒரு அப்போ வந்து மூவிஸ் எல்லாத்துலயுமே ஒரு ஹீரோக்கும் ஒரு ஸ்டைல் ஒரு ஆட்ரிபியூட் மெயின்டைன் பண்ணுவாங்க. இதுல வந்து இவரோட அந்த மாயாவி ஆட்ரிபியூட் வந்து மெயின்டைன் பண்ணது வந்து நல்லா இருந்தது. இன்ட்ரெஸ்டிங்கா இருந்தது. ரியலிஸ்டிக்கா அது மாதிரிலாம் இருக்குமானா அதெல்லாம் வாய்ப்பு இல்ல. பட் ஸ்டில் வந்து ஒரு சிக்னேச்சரா நம்ம ஞாபகம் வச்சுக்கணும் அப்படிங்கறதுக்காக இது மாதிரி மூவிஸ் எல்லாம் வைப்பாங்கல்ல. அது நல்லா இருந்தது. நல்லா என்ஜாய் பண்ற மாதிரி இருந்தது. ஹி ஹேட் அ கிளியர் இல்லைன்னா இன்டென்ஷன் ஒரு டீசென்டான ஒரு இன்டென்ஷன் இருந்தது. அந்த இன்டென்ஷன் வந்து ஃபுல்ஃபில் ஆச்சு. அது நமக்கும் ஒரு நல்ல சாட்டிஸ்ஃபைடா இருந்தது. என்னதான் வந்து கிரிமினலா இருந்தாலும் அவருக்கும் ஒரு எத்திக்ஸ் இருந்துச்சு. அதை கடைசி வரைக்கும் ஃபாலோ பண்ணாரு. யாருக்கும் அது இல்லாம அவர் கொடுத்த ப்ராமிஸை அவர் ஃபாலோ பண்ண நினைச்சாரு. அதை ஃபாலோ பண்ணிட்டாரு. அவ்வளவுதான். அது இவ்வளவு நல்ல மாரல் இருக்கு ஒரு மனுஷன் எதுக்கு ஜெயிலுக்கு வந்தாரு நம்ம ஃபர்ஸ்ட் இடத்துல மிஸ் பண்ணிட்டோம். இல்ல அவரு சின்ன வயசுல இருந்தே அதே அதே ஒரு ரூட்லயே போயிட்டாரு அப்படிங்கிற மாதிரிதான். பணத்துக்காக தான் அப்படிங்கிற மாதிரி காட்டிட்டாங்க. அவ்வளவுதான். மத்தபடி ஒண்ணும் கிடையாது. ஜெயிலரே வந்து அவருக்கு ஹெல்ப் பண்ற அளவுக்கு நல்லவரா இருக்காரு அப்படிங்கிறப்ப ஃபைன் தானே. ஒரு நல்ல ஓகே. மூவி. நான் வந்து இந்த மூவியோட ஹைலைட் யாருன்னு சொல்லுவேன்னா, மம்முக்காவும் சலீம் குமார் அண்ட் ரஃபி மெக்கார்டின். வெல் டன். சூப்பர் மூவி. நாங்க இந்த மூவி ரொம்ப என்ஜாய் பண்ணோம். இந்த வீடியோல ஜாயின் பண்ணதுக்கு ரொம்ப தேங்க்ஸ். மீண்டும் இன்னொரு வீடியோல சந்திப்போம். நன்றி. வணக்கம். பை.